സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ വസന്തകാലമാണൊരുത്സവം നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഏയ് വിഷ്ണുപ്രിയ, ഇതെന്താ ഇങ്ങോട്ട് വരാത്തത്? ആ, ഇത് വിഷ്ണുപ്രിയ. 4 വർഷമായി കമ്പനിയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പരസ്യങ്ങൾക്കും മോഡൽ വിഷ്ണുപ്രിയയാണ്. ഈ 4 വർഷമായിട്ടാണ് കമ്പനി നല്ല ടേൺ ഓവർ ഉണ്ടാക്കിയത്. ഇത് കമ്പനിയുടെ അറിയാം സാർ പറയണ്ട. ഹലോ, ഹലോ. എനിക്ക് വല്ലാത്ത ഷോക്കായി പോയി രഘുവേട്ടാ. വിഷ്ണുപ്രിയ എവിടെയായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ. അവളിവിടെ മോഡലായതുകൊണ്ട് തനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അതുപോലെ ആയിരിക്കില്ല ആ കുട്ടി. അവളുടെ മുഖത്ത് ഇപ്പോഴേ ദേഷ്യം കിടന്ന് തിളയ്ക്കുന്നു. തനിക്ക് വെറുതെ തോന്നുന്നതാ. തോന്നുന്നതോ? എന്താ സ്വന്തക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പോവാണോ? കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ആ കുട്ടിക്ക് എന്നോട്. ഇടിച്ചു വീഴ്ത്തിയത് പിന്നെ എന്തിനായിരുന്നു? ഒക്കെ ശരിയാണ്. പക്ഷെ താനിപ്പോ പറഞ്ഞില്ലേ ആ കുട്ടിയെന്ന്, അതാണ് സത്യം.
കുട്ടിയാണ്. കുട്ടിത്തം മാറാത്ത പ്രകൃതമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ കിട്ടാത്തതിനൊക്കെ കയറി ഇങ്ങനെ വാശി പിടിക്കുവോള്. എനിക്കറിയാം രഘുവേട്ട, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഈ ദേഷ്യവും ബഹളവും ഒച്ചപ്പാടും ഒക്കെ കാണുമ്പോ എനിക്കൊരു കുട്ടികളി പോലെ തോന്നിയിട്ടുള്ളൂ. അറിവുള്ള പെൺകുട്ടികൾ ആരെങ്കിലും വീട്ടിൽ കയറി വന്നിട്ട് ഗർഭിണിയാണെന്നൊക്കെ വെറുതെ പറയോ? വിഷ്ണുവിനെ കുറിച്ച് പറയാനാണോ താനിപ്പോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? വിഷ്ണുപ്രിയ ഇവിടെ ഉണ്ടാവുന്ന എനിക്കറിയില്ലായിരുന്നല്ലോ. പിന്നെ സത്യത്തിൽ എനിക്ക് രഘുവേട്ടനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ശരിക്കും അതിനാ വിളിച്ചത്. എന്താ മോളെ? എന്നെ കൊച്ചേക്കാൻ വേണ്ടിയാണ് ഈ മോളെ എന്നുള്ള വിളിന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഉമ്മയെ വിളിക്കുന്ന പോലെ അല്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? വേണ്ട, ഈ അടവുകളൊക്കെ കണ്ട ആ നിമിഷം ക്യാച്ച് ചെയ്യും ഞാൻ. മനഃപൂർവ്വല്ലേ രഘുട്ട നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന്? അല്ല, രഘുവേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. വിഷ്ണുപ്രിയ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാനും അറിഞ്ഞില്ല. ഞാൻ കോയമ്പത്തൂർ ജോലി ചെയ്തിരുന്ന കമ്പനി ഏത്, അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതല്ല, ട്രാൻസ്ഫർ ആക്കിയെന്ന് പറയേ. എന്റെ മേലധികാരി അവൻ ഇറങ്ങി തിരിച്ചതാണെങ്കിൽ നടക്കില്ല കൃഷ്ണവേണി. ഒരു കാലത്ത് നിന്നെ ഞാൻ അംഗീകരിക്കില്ല. അംഗീകരിക്കണ്ട, എന്നെ ശല്യം ചെയ്യാതിരുന്നാ മതി. എന്നെ കൊല്ലാൻ ശ്രമിച്ചതുവരെ സഹിച്ചതാ ഞാൻ. എന്റെ ക്ഷമയെ പരീക്ഷിക്കാതിരുന്നാ മതി. പരീക്ഷിക്കും, എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. ഇനിയൊരു അവസരം നോക്കിയിരിക്കെ ഞാൻ നിന്നെ കൊല്ലാൻ. വിഷ്ണു, എല്ലില്ലാത്ത നാവാണെന്ന് കരുതി എന്തും വിളിച്ചു പറയരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഞാന്. എന്റെ കയ്യിന്ന് തല്ലുകൊള്ളണോന്ന് വിചാരിച്ചു തന്നെ പുറപ്പെട്ടാണോ നീ? ഇനി രഘുവേട്ടൻ തല്ലിയ തിരിച്ചു തല്ലും ഞാൻ. രഘുവേട്ടനല്ല, ഇവളെ. ഇതൊക്കെ കേട്ട് നിൽക്കാനും മാത്രം ക്ഷമയുണ്ടോ വേണി നിനക്ക്? ഇല്ല, ഒട്ടും ക്ഷമയില്ല. അവളോട് നല്ല മറുപടി പറഞ്ഞിട്ടുള്ളതാ ഞാൻ. പിന്നെ എന്തു പറ്റിയെന്ന്? രഘുവേട്ടന് മുന്നിൽ വെച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയാണോ? അങ്ങനെ ഒരു നിയമമുണ്ടോ? ഉണ്ട്. ഭർത്താവാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ ഭാര്യയല്ല. അതിന് ഞാൻ തന്റെ ഭർത്താവ് ആയിട്ടില്ലല്ലോ. ഓ, ആവൂല്ലോ. ഇനി ദിവസങ്ങളല്ലേ ഉള്ളൂ. മോൾ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? അവൾ ഓഫീസിൽ വന്നെന്ന് വെച്ച് നിനക്കെന്താ? ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പോണ്ട, അത്രേ ഉള്ളൂ കാര്യം. അല്ല, എന്നെ വിടാതെ പിന്തുടരാണ് അവള്. എന്റെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുക അവള്. ഇക്കാലം അത്രയും രഘുവേട്ടനായിരുന്നു എന്റെ മനസ്സിൽ. എത്ര പെട്ടെന്നാ അവള് രഘുവേട്ടനെ എന്നിൽ നിന്ന് പറിച്ചെടുത്തത്. അത് പിന്നെ മനഃപൂർവ്വം അല്ലെന്ന് വിചാരിക്കാം. അവളുടെ ആലോചന വന്നത് രഘുപതിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ? ആയിരിക്കും, പക്ഷെ വന്നത് എന്റെ നാശത്തിനല്ലേ. എന്നാലും സമ്മതിക്കാം, ഈ അലയൻസ് യാദൃച്ഛികമായിട്ട് വന്നതാണെന്ന് സമ്മതിക്കാം ഞാൻ. പക്ഷെ ഇതോ ഓഫീസിലും എന്റെ തലയ്ക്ക് മുകളിലേക്കല്ലേ അവളെ വരവ്. അവളുടെ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് അല്ലേ? നിന്റെ മോഡലിംഗുമായിട്ട് അവൾക്ക് എന്താ ബന്ധം? ബന്ധം ഉണ്ടാവുമേ. കമ്പനിയുടെ ചീഫ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഹൈ ലെവൽ പോസ്റ്റാ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മാത്രമല്ല, MD-യുടെ ഭാഷയില് ബഹുമുഖ പ്രതിഭയാണ് അവള്. ആർക്കിടെക്ചർ, ഫാഷൻ ഡിസൈനർ, മോഡലിംഗ് ഇൻസ്ട്രക്ടർ. പക്ഷെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്ന മുഖമടിച്ച് തല്ലു ഞാൻ. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൾ അങ്ങോട്ട് പോകണ്ട. മോഡലിംഗ് ചെയ്തിട്ട് വേണം ഇവിടെ ജീവിക്കാൻ. ജീവിക്കാൻ വേണ്ടിട്ടല്ല, പക്ഷേ പോണം. ജീവിതം ഒരു യുദ്ധം പോലെയാ. എതിരാളിയുടെ ശക്തി കണ്ട് പിന്തിരിയുന്നവനല്ല യോദ്ധാവ്, മറിച്ച് ശത്രുവിനെ പടപ്പാളയത്തിൽ ചെന്ന് ആക്രമിക്കണം. മനസ്സിലായോ മോൾക്ക്? മനസ്സിലായി. അവൾക്ക് എന്നെ തോൽപ്പിക്കാൻ സമയം കൊടുക്കരുത്. എനിക്കറിയാം, എത്രയായാലും പേടിച്ച് പിന്തിരിയില്ല ഞാൻ. മോളെ, ചിലരെ കണ്ടാൽ പോലും ജാതകവശാൽ നമുക്ക് ദോഷമായിരിക്കും. ആ ദോഷം നിനക്ക് കൃഷ്ണവേണിയാണ്. ദോഷം തീർക്കാൻ എന്തും ചെയ്യാം. സ്വയരക്ഷയായിരിക്കണം പ്രധാനം. സംശയിക്കണ്ട അച്ഛാ, വാഴിക്കില്ല ഞാൻ അവളെ. അത് ഓഫീസിലായാലും രഘുവേട്ടന്റെ കൂടെയുള്ള ജീവിതത്തിലായാലും. സ്വർണ്ണമയൂരം
എന്തിന് എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അച്ഛാ. ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. മോള് ദ്രോഹിച്ചിട്ടില്ലെങ്കിലും അവളുടെ ചിന്ത അങ്ങനെ തന്നെ ആയിരിക്കും. ആ കുട്ടി ഇഷ്ടപ്പെട്ടിരുന്ന ആളുമായിട്ടല്ലേ മോളുടെ കല്യാണം നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ജോലിയുടെ കാര്യം. അവിടെയും മോള് ചെന്നപ്പോ ഒരു ഷോക്കായി കാണും അവൾക്ക്. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അച്ഛാ? ആ ഓഫീസിൽ ജോലിയാണെന്ന് വെച്ച് വിഷ്ണുപ്രിയെ സഹായിക്കാനല്ലാതെ ഉപദ്രവിക്കാൻ ഞാൻ പോയില്ല. പിന്നെ രഘുവേട്ടന്റെ കാര്യം, അവള് മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. രഘുവേട്ടന് ഒരനീതിയെ പോലെ അവള്. എന്റെ അനിയത്തിയെ പോലെ അല്ലാതെ എനിക്ക് വിഷ്ണുവിനെ കാണാൻ പറ്റില്ല. പക്ഷെ എത്ര പറഞ്ഞിട്ട് അവക്കത് മനസ്സിലാവുന്നില്ല. ഇണങ്ങി പറഞ്ഞു നോക്കി, പിണങ്ങി പറഞ്ഞു നോക്കി, അവസാനം തല്ലി വരെ നോക്കി. ഇനി ഞാൻ എന്താ വലിയേട്ട ചെയ്യേണ്ടത്? ഇങ്ങനെയുണ്ട് ഒരു വാശി. അതിന് നീ ഇങ്ങനെ ടെൻഷനാകൊന്നും വേണ്ട. ചിലരുടെ സ്വഭാവം അങ്ങനെയാ. എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചാൽ പിന്നെ അതൊരു വാശിയായിരിക്കും. അവള് ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാവല്ലോ, എന്റെ ജീവിതം ഒഴിച്ച്. ജീവിതം കൊടുക്കണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു രഘുപതി? വിഷ്ണു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. നീ അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. ഏട്ടത്തിയമ്മേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പബ്ലിക്കായിട്ട് ആൾക്കാരുടെ ഒക്കെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താ പിന്നെന്താ ചെയ്യുക? എന്റെ കാര്യം പോട്ടെ, വേണി അവളോട് എന്ത് തെറ്റാ ചെയ്തത്? വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കുക, ഇപ്പൊ ഓഫീസിലേതോ ശത്രു വന്ന പോലെ അവളോട് പെരുമാറുക. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങോട്ടുള്ള പോക്കാണെന്ന്. ഇതൊക്കെ ചെറുപ്പത്തിന്റെ ഓരോ ബഹള. കുറച്ചു കഴിയുമ്പോ അങ്ങ് മാറും. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നീ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന കാണുമ്പോ അവളുടെ വാശി ഇതായിരിക്കില്ല, നിന്നേക്കാൾ നന്നായിട്ട് ജീവിക്കാനായിരിക്കും. അപ്പോ ഏതെങ്കിലും നല്ലൊരു ചെറുക്കനെ നമുക്ക് തന്നെ ആലോചിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നില്ല വലിയേട്ടാ, അങ്ങനെ എളുപ്പത്തിൽ ഒഴിവാകുന്ന ഒരു പെണ്ണല്ല അവള്. മിക്കവാറും അവിടെയുള്ള സകലതും എന്റെ കൈകൊണ്ട് തീരാനാ സാധ്യത. രഘുപതി, നാവദോഷം പറ്റുന്ന കാര്യങ്ങളൊന്നും പറയരുത്. ഇനി മുതല് അവരെ കാണാനും സംസാരിക്കാനൊന്നും നീ പോണ്ട. അതിന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്നതിന് ബഹളം വച്ചാ പിടിച്ച് കെട്ടിയിടും ഞാന്. ഈ ചെറുക്കന്റെ ഒരു ദേഷ്യം. ആരും അത്രയ്ക്ക് മോശമൊന്നുമല്ല ദേഷ്യത്തില്. സ്വാമി വളം വെച്ച് കൊടുത്തോണ്ടാ ഇവൻ ഇങ്ങനെ ആയി പോകുന്നത്. ഞാൻ എന്ത് ചെയ്തു ദേവി? ഒന്നും ചെയ്യുന്നില്ല, അതാ കുഴപ്പം. പിള്ളേര് പ്രായമായി അവരെ ഉപദേശിക്കണം. ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കണം. രാമൻ, രാമനെന്നല്ല രാമേന്ദ്രൻ എന്നാ അവൻ്റെ പേര്. പെണ്ണിൻ്റെ പേര് സന്ധ്യ. ഇവള് സ്വിറ്റ്സർലൻഡിലാ. കഴിഞ്ഞ ആഴ്ച ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയി. അല്ല, ഇത് തന്നെയാണോ ആള്? ആണ്. സംശയം ഉണ്ടെങ്കിൽ ഈ ഫോട്ടോ കൊണ്ട് അവളെ കാണിച്ചു കൊടുത്തു നോക്ക്. സീതാലക്ഷ്മിക്ക് എന്തായാലും തിരിച്ചറിയാൻ പറ്റുമല്ലോ. നകുല, എനിക്കാവശ്യം സച്ചിദാനന്ദനെ അവളിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. നകുലൻ്റെ ആവശ്യവും മറ്റാർക്കും കൊടുക്കാതെ സീതാലക്ഷ്മിയെ കയ്യിൽ കിട്ടുകയാണ്. സമ്മതിച്ചില്ലെങ്കിൽ ബലമായിട്ടെങ്കിലും ആഗ്രഹം സാധിച്ചെടുക്കണം നകുലൻ. രാജേന്ദ്ര, മനസ്സിലൊരു മോഹം ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും സാധിച്ചെടുക്കാൻ ശ്രമിക്കണം. അതിനുള്ള വഴികൾ ആലോചിക്കണം.
വഴികളൊക്കെ എനിക്കറിയാം. പിന്നെ രാജേന്ദ്രൻ അത് ചെയ്യരുതായിരുന്നു എന്ന് പറയരുത്. ഇത്തിരി കടന്നു കൈയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സൂക്ഷിക്കണം. നിനക്ക് ഉമയോടുള്ള താല്പര്യം അത്രയ്ക്കുണ്ടോ? ഓ, അങ്ങനെ താല്പര്യപ്പെടാൻ മാത്രം ഈ ഉമ എന്ന് പറയുന്ന എന്താ ക്ലിയോപാട്രയാ? എന്റെ തോളിൻ്റെ ഒപ്പം പോലുമില്ലാത്തൊരു കൊച്ചു പെണ്ണ്. പിന്നെ മുല്ലയ്ക്കലെ സ്വത്തിന്റെ ഷെയറിൽ എനിക്ക് താല്പര്യമുണ്ട്. അതാ രാജേന്ദ്രൻ ഞാൻ പറഞ്ഞത്. സ്വത്തിൽ കണ്ണു വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉമയുടെ കഴുത്തിൽ ഒരു താലി കെട്ടിയ പോലെ നിനക്ക്. അതിന് അവളുടെ സമ്മതം വേണമെന്ന് നിർബന്ധമുണ്ടോ നിനക്ക്? ബലം പ്രയോഗിച്ച് താലി കെട്ടാൻ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അല്ല, പക്ഷേ മറ്റു പലതും നടക്കും ബലം പ്രയോഗിച്ചാൽ. സച്ചിദാനന്ദൻ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കേണ്ടത് ഞാനല്ല, രാജേന്ദ്രനാണ്. തീരുമാനിക്കേണ്ടത് ഞാനല്ല, രാജേന്ദ്രനാണ്. അതെ, സംഗതി ഏറ്റു കേട്ടോ. ആ, എന്നാ പിന്നെ രാജേന്ദ്ര, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ ആലോചിക്ക. ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാ വശങ്ങളും ശരിക്കൊന്ന് ആലോചിക്കുന്നേ. ഭഗവാന്റെ പെങ്ങളായാലും ചിലപ്പോൾ തട്ടിക്കൊണ്ടു പോകേണ്ടി വരും ഒരു സുഭദ്രാപഹരണം. പടോ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ദേ സച്ചിദാനന്ദ, ഏൽപ്പിച്ചു വിട്ട പണി ഭംഗിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ കൊടുത്തോ? കൊടുക്കുക മാത്രമല്ല, കൃത്യമായിട്ട് പറഞ്ഞ് നകുലിനെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. വിശ്വസിച്ചെന്ന് എങ്ങനെ മനസ്സിലായി? അതവന്റെ മുഖം കാണുമ്പോഴേ മനസ്സിലാവില്ലേ? ഉള്ളിൽ എന്ത് ചിന്തിക്കുന്നു എന്ന് മുഖത്ത് നോക്കിയാ അറിയാം. അതൊക്കെ വെറുതെ തുളസി. തൻ്റെ മുഖത്ത് നോക്കിയാ താനൊരു കള്ളനാണെന്ന് തോന്നില്ലല്ലോ. മനസ്സിലുള്ളത് മുഴുവൻ മുഖത്തേക്ക് വരാതെ ഒളിപ്പിക്കുന്നത് ഞാനല്ലല്ലോ. ആ, അതുപോട്ടെ, താൻ പോയ കാര്യം പറ. പോയതെല്ലാം ഭംഗിയായിട്ട് നടത്തി. ആദ്യം നകുലിന് എന്നോട് ദേഷ്യമായിരുന്നു. പിന്നെ 2 എണ്ണം അകത്തി ചെന്നപ്പോൾ ദേഷ്യമൊക്കെ അങ്ങ് മാറി. ഫോട്ടോ കൂടി കണ്ടപ്പോൾ നകുലം ഫ്ലാറ്റ്. ഇനിയിപ്പോ സീതാലക്ഷ്മിയോട് അവൻ വേണ്ടതുപോലെ പറഞ്ഞു കേൾപ്പിച്ച സംഗതി ഓക്കെ. നീ വെറുതെ എന്നോട് തർക്കിക്കണ്ട. നീ ഈ പറയുന്ന രാമന്റെ കല്യാണം കഴിഞ്ഞു. അവനിപ്പോ പെണ്ണുപിള്ളയുടെ കൂടെ സ്വിറ്റ്സർലൻഡില. അല്ല, നിങ്ങൾ കള്ളത്തരം പറയുന്ന എന്നെ പറ്റിക്കാൻ. ഒന്ന് പോ പെണ്ണ നീ. അതെ, നകുലൻ കള്ളു കുടിക്കും, പുക വലിക്കും, പിന്നെ സകല തോന്നിവാസങ്ങളും ചെയ്യും. പക്ഷേ കള്ളത്തരം പറയില്ല. നകുലേട്ടൻ വെറുതെ പറയാ. നകുലേട്ടൻ എങ്ങനെ അറിയാം സീതേച്ചി പറയുന്ന ആളെ? കിടന്ന് പെടക്കല്ലേടി പെണ്ണേ. കൃത്യമായിട്ട് അറിയാതെ നകുലിന് ഒരു കാര്യം പറയില്ല. നീ എന്ത് കൃത്യമായിട്ട് കണ്ടു എന്നാ പറയുന്നേ? ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താ? ഇവള് പറയുന്ന ഇനി ശ്രീരാമനായാലും അവന്റെ കല്യാണം കഴിഞ്ഞു. അതെ, വിശ്വാസം ഇല്ലെങ്കിൽ ഫോട്ടോ വേണം, ഞാൻ കാണിച്ചു തരാം. മടക്കി വെച്ചിരുന്നായിരുന്നല്ലോ ഞാൻ മടിയില്. എവിടെ പോയി? ഇതല്ലേ അകത്തേക്ക് കയറുന്ന, പിന്നെ എന്ത് ചെയ്യും? ദാ നോക്ക്, ഇത് തന്നെയല്ലേ നിന്റെ രാമൻ. ഈ ഫോട്ടോ ഇതെവിടുന്നാ കിട്ടിയത്? എവിടെന്നായാലെന്താ, സംഗതി സത്യമാണെന്ന് മനസ്സിലായില്ലേ? കോടിക്കണക്കിന് ആസ്തിയുള്ള പെണ്ണിനെയാ കെട്ടിയിരിക്കുന്നത്. കെട്ട് നടന്നതിന്റെ പിറ്റേ ആഴ്ച തന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി 2 പേര്. എന്റെ പൊന്നുവള, നീ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല ഒന്നും. ഇത് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഫോട്ടോയാ. ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കി എടുക്കാൻ മാത്രം വട്ടൊന്നുമില്ല എനിക്ക്. നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. കണ്ടോ, സത്യം പറഞ്ഞപ്പോ പെണ്ണിന് പൊള്ളി. ഒന്നും ആയിരിക്കില്ല.
വേണമെങ്കിലും ഫോട്ടോ ഉണ്ടാക്കി എടുക്കാം. എടി ഒരൊറ്റ അടി വെച്ചെന്നാണല്ലോ. എനിക്കെന്താണ് ഈ ഫോട്ടോ ഉണ്ടാക്കലാണ് പണി. അയ്യോടാ, നീ ഇനി പൂങ്കണ്ണീർ ഒലിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എടി പെങ്കച്ചേ, പശുവും ചത്തു മോരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലെ ആയത്. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നിന്നെ ഉപേക്ഷിച്ച് അവൻ വേറെ പെണ്ണ് കെട്ടിപ്പോയി. അതും ഇവിടങ്ങുമല്ല, അങ്ങ് കടല് കടന്നു പോയി. അതെ, ഇനി അവനെ വിചാരിച്ചോണ്ട് നീ ഇവിടെ കണ്ണീരും കയ്യുമായിരുന്നിട്ട് എന്താ കാര്യം? ആ